ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഒരു തോൽവി കൂടി ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ബംഗളൂരു FC 2-നെതിരെ 4 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ആരാധകരെല്ലാവരും വലിയ നിരാശയിലാണ്. കാരണം ബംഗളൂരു FCയോട് ഇത് തുടർച്ചയായി രണ്ടാം തവണയാണ് വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. നേരത്തെ ഡ്യൂറൻഡ് കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനെ പുറത്താക്കിയതും ബംഗളൂരു FC തന്നെയാണ്. നമുക്കറിയാം, ആദ്യമായി കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടന്ന ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCക്ക് മേൽ വലിയ ആധിപത്യം പുലർത്തി. പക്ഷെ അന്ന് 1-നെതിരെ 3 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സിന് പരാജയപ്പെടേണ്ടി വന്നതിൻ്റെ പ്രധാന കാരണം വ്യക്തിഗത പിഴവുകളാണ്. അന്ന് പ്രീതം കോട്ടാലൊക്കെ ആ ഒരു പിഴവുകൾ വരുത്തി വെച്ചിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് ആധിപത്യം പുലർത്തുന്നു, പക്ഷേ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ഈ സീസണിൽ ഉടനീളം നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ്. അതിപ്പോൾ കണക്കുകളിലും അത് തന്നെയാണ് വ്യക്തമാകുന്നത്. നമുക്ക് ഇന്നലത്തെ മത്സരത്തിൽ ആ ഒരു കണക്കുകൾ പരിശോധിക്കാം. അതായത് ഷോട്ട്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ ഉതിർത്തിട്ടുള്ളത്. 21 ഷോട്ടുകൾ ഉതിർത്തു. മറുഭാഗത്ത് ബംഗളൂരു FC 12 ഷോട്ടുകളാണ് ഉതിർത്തിട്ടുള്ളത്. ഇനി ഷോട്ട്സ് ഓൺ ടാർഗറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 7 ടാർഗറ്റിലേക്ക് ഷോട്ടുകൾ ഉതിർക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. 7 തവണയാണ് ഷോട്ടുകൾ ഉതിർത്തിട്ടുള്ളത്. 5 തവണയാണ് ബംഗളൂരു FCയുടെ ടാർഗറ്റിലേക്കുള്ള ഷോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ 4 തവണ അവർക്ക് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞു. അതേസമയം ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടിയത് 2 മാത്രമാണ്. ഇനി പൊസഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആധിപത്യമാണ്. 65% ബ്ലാസ്റ്റേഴ്സിൻ്റെ പൊസഷൻ. അതേസമയം 35% ബംഗളൂരു FCയുടെ പൊസഷൻ. ഇനി പാസുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 396 പാസുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകി. അതേസമയം 226 പാസുകളാണ് ബംഗളൂരു FCയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുള്ളത്. അവിടെയും നമുക്ക് ഒരു വലിയ ഡിഫറൻസ് കാണാൻ കഴിയും. പാസ് അക്യുറസി ബ്ലാസ്റ്റേഴ്സിൻ്റേത് തന്നെയാണ്. 80% പാസിംഗ് കൃത്യത അവിടെയുണ്ട്. 66% ബംഗളൂരു FCയുടേത്. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ തവണ ഫൗളുകൾ വഴങ്ങിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സാണ്. 14 തവണ. 8 തവണയാണ് ബംഗളൂരു FCയുടെ ഫൗളുകൾ. യെല്ലോ കാർഡ് 1 തവണ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങി. അതുപോലെ തന്നെ 2 തവണയാണ് ബംഗളൂരു FC വഴങ്ങിയിട്ടുള്ളത്. 4 തവണ ബംഗളൂരു FC ഓഫ് സൈഡിൽ അകപ്പെട്ടു. 3 തവണയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അകപ്പെട്ടിട്ടുള്ളത്. 11 കോർണറുകൾ ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം 4 കോർണറുകൾ മാത്രമാണ് ബംഗളൂരു FC നേടിയിട്ടുള്ളത്. ഈ കണക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ്, മത്സരത്തിൽ സർവാധിപത്യം പുലർത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. പക്ഷേ മത്സരത്തിൽ പരാജയപ്പെട്ടതും ഇതേ ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഹൈലൈൻ ഡിഫൻസ് തന്നെയാണ്. ഡിഫൻസ് പരിതാപകരമാണ്. അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഈ സീസണിൽ ഉടനീളം പരിതാപകരമാണ്. കൂടാതെ വ്യക്തിഗത പിഴവുകൾ പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാകുന്നുണ്ട്. ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ നിരന്തരം തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.